ഓക്കെ, നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഹെൽത്തി ജ്യൂസാണ്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ലൊരു മണമുണ്ട്, നമ്മൾ നല്ല ജ്യൂസിയാണ്. നമ്മൾ ഈ പാഷൻ ഫ്രൂട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ ഒരു ഇതിലേക്ക് മാറ്റാം. പേഴ്സണലി ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്കിത് മാത്രമല്ല, ഈ ഒരു വൈറ്റ് സംഭവം ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല വിളഞ്ഞ് ഇതായ ഒരു പാഷൻ ഫ്രൂട്ടാണ്. നല്ല അത്യാവശ്യം മധുരമുണ്ട്. ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യാതെയും കഴിക്കാൻ പറ്റും. നല്ല വിളഞ്ഞതാണ്. പക്ഷെ നമുക്കിത് ഷുഗർ ആഡ് ചെയ്ത് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് നല്ല വിളഞ്ഞ് മുറ്റിയ ഒരു പാഷൻ ഫ്രൂട്ടാണ്. കാരണം ഇതിൽ ഷുഗർ ആഡ് ചെയ്യാതെ തന്നെ നല്ല മധുരമുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ഷുഗറും ആഡ് ചെയ്ത് കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ലെമണും കൂടെ, ഒരു ഹാഫ് ലെമണും കൂടെ ചേർക്കുകയാണ്. ഇതിൽ കുരു നമ്മൾ എടുത്ത് കളയണം. നമുക്ക് ഒരു പാഷൻ ഫ്രൂട്ടും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഞാനൊരു നല്ല പാഷൻ ഫ്രൂട്ട് ലവറാണ്. എനിക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ പൊതുവേ ഇഷ്ടമാണ്. ഞാൻ മൊജീറ്റ ആണെങ്കിലും ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിലാണ് ഓർഡർ ചെയ്യാറുള്ളത്. പാഷൻ ഫ്രൂട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈം നമുക്കിത് നാച്ചുറലായിട്ട് തന്നെ ചെയ്ത് കഴിക്കാം. സമ്മറിലൊക്കെ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. സമ്മറിൽ മാത്രമല്ല, നമുക്കൊരു നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഞാൻ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയം കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൂൾ വാട്ടറിൽ അടിച്ചെടുക്കാം. വളരെ മിതമായി ഐസ് വാട്ടർ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഫുള്ളായിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പക്ഷേ ഈ കുരു കടിക്കാൻ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വിപ്പ്. ഫൈനലി നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്.